ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம மம்முக்காவுடைய களம் காவல் மூவிலேருந்து பார்த்தீங்கன்னா சீன் 5 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ரொம்பவே வந்து பார்த்தீங்கன்னா இன்ட்ரெஸ்டிங்காக வந்து போயிட்டுருக்கு. சீன் 4 வரைக்கும் ஆமாம், சீன் 3 வரைக்கும் வந்து எல்லாத்தையும் வந்து பார்த்தீங்கன்னா போட்டு தள்ளிக்கிட்டு கொண்டுகிட்டு இருப்பாரு. சீன் 4ல வந்து பார்த்தீங்கன்னா மனுஷன் வந்து போலீஸாக வந்து இருக்காரு மூவியில். நம்ம விநாயகனும் வந்து அவர் ஒரு பக்கத்து வந்து தேடிக்கிட்டு இருக்காரு. இவரும் பார்த்தீங்கன்னா போலீஸாக வந்து என்ட்ரி ஆவாரு. செம்ம ட்விஸ்ட்டாக இருந்துச்சு பார்க்க. ஆன் ஸ்க்ரீன்ல வந்து பெரிய ஸ்க்ரீன்ல வந்து பார்க்கும்போது செம்ம அலப்பறையா இருந்திருக்கும். என்ஜாய் பண்ணி பார்த்துருப்பாங்க. இதனால வந்து பார்த்தீங்கன்னா, நம்ப சூப்பரா வந்து என்ஜாய் பண்ணி பார்த்தோம். நானே திகைச்சுட்டேன். என்னடா மனுஷன் போலீஸா வந்து வராரு. ஐய்யய்யோ! போச்சு. எப்படி இனிமே கண்டுபிடிக்க போறாங்க? அவரு விநாயகன் சார் கூடயே இருப்பாரு. எப்படி கண்டுபிடிக்க போறாரு என்னன்னு சொல்லி தெரியல. இவரும் கூட சேர்ந்து தேடுற மாரி வந்து ஏதோ ரெஃபரன்ஸ் வந்து எடுத்துக்கிட்டு இருக்காரு. என்ன நடக்க போதோ என்னன்னு சொல்லி தெரியல. வீடியோக்குள்ள போய் பார்ப்போம். பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணல, தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோவை லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். ഇതെല്ലാം ഡെഡ് ബോഡീസിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽസ് ആണ്. എല്ലാം അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണ്. ഇത് മാത്രം പെക്യുലർ ആയിട്ട് തോന്നി. ഇത് സാധാരണ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സേഫ്റ്റി പിൻ അല്ല. പിന്നെ ഞാൻ തപ്പി നോക്കിയപ്പോ ഇത് നെയിം പ്ലേറ്റ് അറ്റാച്ച് ചെയ്യുന്ന പിന്നാണ്. മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് യൂണിഫോംസ്. യൂണിഫോം കാക്കി നൂലും നെയിം പ്ലേറ്റും. കാക്കി നൂലും നെയിം പ്ലേറ്റും 10% வந்து കണ്ടുപിടിച്ചിട്ടാரு. ഇതെയോ ഈ കവറിൽ ഇട്ടാണ് സൈനൈഡ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാം ബോഡീസിൽ നിന്ന് കിട്ടിയതാണ്. ഫിംഗർ പ്രിന്റ് റിട്രീവ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തതാണ്. പക്ഷെ മാപ്പ് ചെയ്യാൻ പാകത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. ഇതും ഒരു ബോഡിയിൽ നിന്ന് കിട്ടിയതാ. ഇതിലും സൈനൈഡ് ട്രേസസ് ഉണ്ടായിരുന്നു. എപ്പോഴോ കവർ കിട്ടാതെ വന്നപ്പോ പേപ്പറിൽ കുത്തിഞ്ഞു കൊടുത്താണെന്ന് തോന്നുന്നു. എന്താന്ന് മനസ്സിലായോ? ഇല്ല. ഇതൊരു നോട്ട്ബുക്ക് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനൊരു പേപ്പർ വലിച്ചു കീഴിട്ടിരുന്നു. അയ്യോ സാറേ, നമ്മള് പോലീസുകാരെ നോട്ടില്ലേ ഇത്? செம்மையா கண்டுபிடிச்சாரு. ஓ, സാറേ, ഞങ്ങൾ ഏകദേശം ഡേറ്റയൊക്കെ അനാലിസിസ് ചെയ്യും. ഇതിൽ ചില പെണ്ണുങ്ങളൊക്കെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഫോണുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവൻ അത് ഉപയോഗിച്ചിട്ടില്ല. സിം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ഓരോ സിമ്മിനും ഓരോരോ ഫോണുകളാണ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഫോണുകളൊക്കെ അതാണ് സാറേ മെയിൻ ആയിട്ട് ഞങ്ങൾ തപ്പി നോക്കിയത്. ഈ ഫോണുകളെല്ലാം പനച്ചമൂട്ടിലെ ഒരു AX മൊബൈൽസ് എന്ന കടയിലോട്ട് ഷിപ്പ് ചെയ്തിട്ടുള്ള ഫോണുകളാണ്. പക്ഷെ അവിടെ നിന്ന് ഈ ഫോണുകളൊന്നും വിറ്റുപോയതായിട്ട് രജിസ്റ്റർ ആയിട്ടില്ല. എന്താ കിട്ടിയോ സാറേ? കിട്ടി സാറേ. സാറ് തന്ന ഡീറ്റെയിൽസ് ഒക്കെ പഴയ ഫോണിലായതുകൊണ്ട് തപ്പിയെടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഡീറ്റെയിൽസ് പറയാം. അത് സാറേ, നമ്മളിപ്പോ ഡീസെന്റ് ആയിട്ടാണ് സാറേ കട നടത്തുന്നത്. പണ്ട് ചെറിയ ഉടായ്പൊക്കെ ഇവിടെ വന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത്? അത് അഡ്രസ് പ്രൂഫ് ഇല്ലാണ്ട് കുറച്ച് കള്ള സിമ്മൊക്കെ കൊടുത്തിട്ട് പോലീസ് വന്നിട്ട് കട മൊത്തം റെയ്ഡ് ചെയ്തുള്ള ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കേസൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഫോണൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഫോണുകൾ അവർ മുക്കിയിട്ടുണ്ടായിരുന്നു സാറേ. അത് പിന്നെ പോലീസുകാരായതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ ഒന്നും പോയില്ല. സാർ ഇപ്പൊ തന്ന ലിസ്റ്റിലുള്ള ഫോണുകൾ അവർ മുക്കിയ സാറേ. ഞാൻ പറയുന്നത് വെള്ളറയുടെ പോലീസുകാർ ഫോൺ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. വെള്ളറയുടെ അല്ല സാറേ, രാജാക്കമംഗലം പോലീസ്. അതെങ്ങനെ ഇവിടെ ശരിയാകുന്നത്? രാജാക്കമംഗലം തമിഴ്നാടല്ലേ? അല്ല സാറേ, ഇവിടെ റോഡിന്റെ അപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടാണ്. സാറേ, ഇപ്പൊ നമ്മൾ വിചാരിച്ച കേരള പോലീസിലോട്ടല്ലല്ലോ, തമിഴ്നാട് പോലീസിലോട്ടാണല്ലോ പോണത്. ഉക്കാരിங்க സാർ. എന്തായി? എല്ലാമേ റെഡിയാ ഇருக்கு സാർ. ആ സമയത്ത് ഈ ഓഫീസിലുണ്ടായ എല്ലാ ഓഫീസേഴ്സിന്റെ ഉണ്ടല്ലോ, സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ ഫുൾ ഡീറ്റെയിൽസ് இருக்கு சார். முருகன் சார் டீட்டெயிலா சொல்லிருக்காரு. எதையும் மிஸ் பண்ண கூடாதுன்னு. அதான் கொஞ்சம் நிலையாயிடுச்சு சார். ആനന്ദേ,
വേണമെങ്കിൽ ഇതിലുള്ളവരുടെ ഒരു പേഴ്സണൽ ഫോൺ നമ്പർ വെച്ചിട്ട് പൊസിഷൻ ടൈം ലൈൻ മാപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് ക്രൈം നടന്ന സമയത്ത് സസ്പെക്ടിന്റെ പൊസിഷൻ ആ മാപ്പായിട്ടൊന്ന് മാച്ച് ചെയ്തു. രണ്ടിലും ഒരേപോലെ വരുന്നു തന്നെ ഇതിൽ കാണും. അയ്യോ മോർണിംഗ് സാർ. സാറേ ഞാനിപ്പോ ഓഫീസിൽ വന്ന് ലോഗിൻ ചെയ്തതേ ഉള്ളൂ. അന്നേരമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ മിസ്സിംഗ് ആയ കേസുകളിലെ ഒരു ശരണ്യയുടെ ഫോൺ ഇന്നലെ ഓൺ ആയിട്ടുണ്ട്. ഇന്നലെയോ? അയ്യോ ഇന്നലെ രാത്രി ഒരു 10 മണിക്കാണ് ഓൺ ആയിരിക്കുന്നത്. സെയിം ഫോൺ തന്നെയാണോ അതോ സിം മാറ്റിട്ടതാണോ? സെയിം ഫോണാണ്, അതാണ് എനിക്കൊരു ഡൗട്ട്. ഓ, അത് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഓൺ ചെയ്തതായിരിക്കും. എന്നിട്ട് എന്റെ ലൊക്കേഷൻ കിട്ടിയോ? അത് ട്രാക്ക് ചെയ്തോണ്ടിരിക്കുവാണ് സാറേ. സംഭവം നാഗർകോവിൽ ഭാഗത്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. കൊച്ചി സാറേ ഇത് പോലീസ് അപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റാൻലി സാറോട് അവരെ വെയിറ്റ് ചെയ്യണോ? എന്റെ ആവശ്യമില്ലടാ. ഏതോ ഒരു ഫ്ലാറ്റ് ആണ് സാറേ. ഏത് ഫ്ലോർ എന്ന് അറിയാൻ പറ്റില്ലേ? അത് പറ്റൂല സാറേ, പൊസിഷൻ മാത്രമേ ഡിറ്റക്ട് ആവും. ഫോൺ ഇപ്പോഴും കാണുമല്ലേ? അതെ സാറേ. അയ്യോ ഇങ്ങനെ അടിക്കുന്നത് സാറേ ഗ്രൗണ്ട് ഫ്ലോർ. കേരള പോലീസ് ഒരു കേസിന്റെ ആവശ്യത്തിന് വന്നത്. ഞാൻ മോളത്തെ വീട്ടിലാണ്. ഓ, ഇവിടുത്തെ വീട്ടുകാരില്ലേ? சார் என்ன சார்? ഹസ്ബൻഡ് அத்தான் வெள்ளோனி போலீஸ் ஸ்டேஷன்ல கான்ஸ்டபிளா இருக்காரு. பேரு மணி. അവരാണോ കക്ഷി? അയ്യോ ஆமா சார். അവർ കൂടെ ഒരു ഫോൺ ട്രേസ് ചെയ്ത് വന്നതാ. അത് ഇവിടെ വന്ന് ഡയൽ ചെയ്തപ്പോ ഈ വീട്ടിൽ നിന്ന് റിംഗ് സൗണ്ട് കേട്ടത്. അതൊന്ന് ചെക്ക് ചെയ്യാനാ. அது சரிதான் சார். இங்க ஒரு போன் ரிங் அடிச்சுது. ஆனா அந்த சத்தம் எங்க இருந்து வந்துச்சுன்னு எங்களுக்கும் தெரியல. நாங்களும் பார்த்துட்டு தான் இருக்கோம். எங்களோடது இல்ல. ஆனா உள்ளதான் அடிக்குது. வச்சு இது மாதிரி ஒரு போன் இங்க யார்கிட்டயும் இல்ல சார். അതറിയാം. മണി എവിടെ? காலையிலேயே டியூட்டிக்கு போனாரு சார். എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫ് വരുത്. സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു നോക്കി. എന്തിനാണ് സാറേ പ്രശ്നം? മണിയായിട്ട് ഒരു കാര്യം അന്വേഷിക്കാനായിരുന്നു. ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾ എത്ര നാളായി നാഗർകോവിൽ താമസം തുടങ്ങിയിട്ട്? ഒരു 10-12 വർഷം இருக்கும் சார். வந்துட்டாரு. അണ്ണാ നിങ്ങൾ എങ്ങനെ ഇവിടെ? സാറേ സാറിവിടെ എന്താ കിട്ടി സാറേ? സാറേ ഇത് എന്റെ വൈഫാണ് സാറേ. ഞാൻ എന്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. ഓ, അപ്പൊ മണി എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം സാറേ. ഇതിന് പറ്റി സാറേ എന്നാ ഡ്യൂട്ടിക്ക് എന്നിട്ടില്ല കേട്ടോ. ആ സാറേ ഒരു സെക്കൻഡ്. സാറേ നമ്മളെ തപ്പിയിടുന്ന ഫോൺ ഇവിടെ നിന്ന് കിട്ടി. എന്ന് വെച്ചാ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ സസ്പെക്ടഡ് പോലീസുകാരനായിരിക്കും. അത് ഈ മണിയാണ്. അയ്യോ ചാൻസ് ഉണ്ട് സാറേ. അവനെ എനിക്ക് നന്നായിട്ട് അറിയാൻ. ഇപ്പൊ എന്തായാലും സാറിനേക്കാൾ നന്നായിട്ട് അവനെ എനിക്കറിയാന്ന് തോന്നുന്നു. ആ ശരി എന്നാ. എന്തായി സാറേ? ഒരു വിവരമില്ല സാറേ. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഫോൺ ഓഫാണ്. പിന്നെ ബൈക്ക് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ വേറെ വണ്ടിയിലായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കട്ട് റോഡ് ഒറ്റക്കടയിലോട്ടുള്ളതാ. അവിടെ ചെന്നാൽ 4 ഭാഗത്തോട്ടും തിരിയാം.
എന്തായാലും എല്ലാ സ്റ്റേഷനിലും ഫാക്സ് കൊടുത്തിട്ടുണ്ട് സാർ. സ്റ്റാൻലി സാറേ, സാറ് വിചാരിക്കണ പോലെ ഒരുത്തനല്ല അവൻ. ഒരുമാതിരി ഒരു ജീനിയസാ. കയ്യെ കിട്ടിയാ പോയി. എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല സാറേ. ഒരു പഞ്ചഭാവമായിരുന്നു. അച്ഛന്മാര് പുറമേല അങ്ങനെയാണ് സാർ. ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തുന്ന കാര്യം ഇവനെങ്ങനെ അറിഞ്ഞെന്നുള്ളതാണ്. അത് സാറ് രാജക്കമംഗലം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അരമണിക്കൂറിനാവും സംഗതി പോലീസുകാരുടെ ഫ്ലാഷ് ആയിരുന്നു. പിന്നെ നമ്മുടെ പോലീസുകാരുടെ സ്വഭാവമൊക്കെ സാറിന് അറിയാമല്ലോ. അവരോട് പുറത്ത് പറയാന്നൊക്കെ പറഞ്ഞായിരുന്നു സാർ. പക്ഷേ എന്നാലും സാറേ, അയാൾ ഈ ഒരു ഫോൺ മാത്രം ഓൺ ചെയ്ത് വെച്ചത് എന്തിനായിരിക്കും? സാർ, ഈ ഫോൺ കിട്ടുന്നത് അവന്റെ നേഴ്സറി പഠിക്കുന്ന കൊച്ചിന്റെ റൂമിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് അവൻ ഈ ഫോണെല്ലാം എടുത്ത് ആ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇന്നലെ ഫോൺ എടുത്തിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ മിസ്സായിട്ടുണ്ടാവും. അത് കൊച്ചിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൊച്ചു കളിക്കണതിന്റെ കയ്യിൽ ഓണാകാനാണ് സാധ്യത. അതുവഴി കൊച്ചു ഫോൺ എടുത്തിട്ട് ബെഡിന്റെ വീട് വെച്ചിട്ടുണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ, കൊച്ചാകെ പിടിച്ചിരിക്കുന്നു, ഒന്നും പറയണമില്ല. എന്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ സാറേ, ഈ മണിക്ക് ഇവിടുത്തെ ലോക്കൽ ക്രിമിനൽസും ഒക്കെ ആയിട്ട് അത്യാവശ്യം കണക്ഷനൊക്കെ ഉണ്ട് സാറേ. അയ്യോ, അതിൽ തന്നെ പുറമേ ഡീസന്റ് ആണെങ്കിലും അല്ലാതെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്ന ടീംസുകൾ വേറെ ഉണ്ട്. അയ്യോ, അവരെ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇവന് കിട്ടുന്ന കാര്യം സംശയമാണ് സാറേ. അയ്യോ, ഓ, അയ്യോ, ഓ, மனுஷன் நடிப்பு அம்மாடி தரம். ഞാൻ പറഞ്ഞോളാം. നീ അത് വിട്. നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും അവനെ കുറിച്ച് വല്ല ക്ലൂ കിട്ടിയോ? അങ്ങനെ വിടാൻ പറ്റണല്ലോ സാറേ. അവൻ ഇത്രയൊക്കെ പണി നടത്തിയിട്ടും നമുക്ക് അവനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ആലോചിക്കുന്നു. എന്തായാലും നീ ആ കേസ് സോൾവ് ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യം. സാർ, അവന് ഈ കാര്യത്തിൽ അഡിക്ഷനാണ്. എന്ന് വെച്ചാൽ സാർ, ഞാനൊരു സംഭവം പറയാം. ഞാൻ കാട്ടാക്കടയിൽ താമസിച്ചത് സാറിന് അറിയാം. ആ സമയത്ത് വീട്ടില് വളരെ വലുതായിട്ടുള്ള എലി ശല്യം. അങ്ങനെ ശല്യം കൂടി കൂടി എലി കാറിന്റെ വയറൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പ്രശ്നമായപ്പോ ഒരു നിവൃത്തിയില്ലാതെ എലിക്കണി വെക്കേണ്ടി വന്നു. ആദ്യമൊക്കെ എലി കെണിയിൽ വീണ അതിനെ കൊല്ലാനായിട്ട് എനിക്ക് എന്തോ പോലെ. എലിയെന്നല്ല, എന്തായിട്ടുണ്ടെങ്കിലും എനിക്ക് കൊല്ലാനൊരു മടിയായിരുന്നു. പക്ഷെ ശല്യം കൂടി കൂടി വേറൊരു നിവൃത്തിയില്ലാതെ ഞാൻ തന്നെ എലികളെ കൊല്ലാൻ തുടങ്ങി. പിന്നീട് എലിയെ കൊല്ലാന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി. അങ്ങനെ വീട്ടിലെ എലി ശല്യം തീർന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു എലിയെ കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു എന്തോ മിസ്സിങ് പോലെ. നമ്മൾ പറയാറില്ലേ, ഡ്രഗ് അഡിക്ഷൻ, സെക്സ് അഡിക്ഷൻ, അതുപോലെ തന്നെ കില്ലിംഗ് അഡിക്ഷൻ. മരിക്കുന്നത് വരെ അവന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജേഷ്ണ, ഇതൊരു ബയോളജിക്കൽ ഹർജാണ്. നമ്മള് ഈ പൂച്ചയും പട്ടിയും പോലെ തന്നെ വേറൊരു ടൈപ്പ് മൃഗമാണ് മനുഷ്യന്. ഇതിലുള്ള ഒരു കാര്യം, നമ്മള് പട്ടികളിൽ തന്നെ ഒരേ ബ്രീഡ്
പല ടൈപ്പ് സ്വഭാവമാണ്. അതുപോലൊക്കെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. നമ്മൾ ചില ആൾക്കാർ ജനിക്കുമ്പോ തന്നെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് അവന്റെ ബ്ലഡിൽ ഇത് അലിഞ്ഞു ചേരും. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും നിയമവ്യവസ്ഥകളും കാരണം ഇത് അവൻ വളരെ സൈലന്റ് ആയിട്ട് കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിന് അവൻ അതെടുത്ത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും അവനൊരു സുഖം ലഭിച്ചാൽ എന്നിട്ട് അവൻ ആ ചെയ്ത കാര്യം സമൂഹത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും കണ്ണിൽ പെടാതിരിക്കുകയും കൂടെ ചെയ്താൽ പിന്നെ ഉള്ള കാലം അവൻ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇതിലൊരു കാര്യം, മണി ഇപ്പൊ രാജ്യം വിട്ടുക. അത് തന്നെയാണ് എനിക്കും തോന്നാറുള്ളത്. പക്ഷേ അവൻ മലയാളത്തിലും തമിഴിലുമാണ് പ്രൂവൻ്റ്. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും മീഡിയാസിലെ മാക്സിമം ന്യൂസ് അവൻ സ്പ്രെഡ് ചെയ്യണം. ഇനി അവന്റെ വയലിൽ ഏതെങ്കിലും സ്ത്രീകളൊക്കെ പെട്ടാൽ നമ്മളും കൂടി ആയിരിക്കും സാർ അതിന്റെ ഉത്തരവാദി. അത് ശരിയാണ്, അത് ഞാൻ വേണ്ട പോലെ ഡീൽ ചെയ്തോളാം. നീ ആ പൂന്ത്ര കേസ് ഏറ്റെടുക്ക, അതല്ലെങ്കിൽ വലിയ കുഴപ്പമാവും. അത് ഞാൻ നോക്കിക്കോളാം സാർ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി മണിയുടെ കേസും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യം. അത് നോക്കിയോ, പക്ഷെ പൂന്ത്ര കുഴപ്പമില്ലല്ലോ. எவ்வளோ செல்ஃபோனு എന്നാണ് വിവാദമായ സൈനൈഡ് കൊലപാതക പരമ്പരയിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന തമിഴ്നാട് വില്ലൂന്നി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളും അരമന സ്വദേശിയുമായ മണികുമരൻ നാടാറിനെ കഴിഞ്ഞ 14-ാം തീയതി മുതൽ കാണാനില്ല. ഇയാൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. பிரபல சைனேட் கொலை தொடரின் சந்தேக நபராகிய வில்லுட்டி காவல் நிலைய தலைமை காவலரும் அருமனை நிவாசியுமான மணிகுமரன் நாடார் கடந்த 17ஆம் தேதி முதல் காணவில்லை. இவரை பற்றி ஏதேனும் தகவல் தெரிந்தவர்கள் உடனடியாக அருகில் உள்ள காவல் நிலையத்தில் இல்லையே. செல்லா சூப்பர் 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 செம்மையா இருந்துச்சு. ட்விஸ்ட்டுக்கு மேல ட்விஸ்ட் வந்து போயிட்டே இருக்கு. அவர் கூட வேலை பார்க்குற மணின்னு கான்ஸ்டபிளை வந்து அவரை வந்து தந்திரம் வந்து மாட்டி விட்டு அவரே வந்து இவரே வந்து கொலை பண்ணிட்டாரு. கொலை பண்ணிட்டு தேடுற மாதிரி வந்து தேடி இருக்காரு. விநாயகன் வந்து அந்த சொல்லியிருப்பாரு, அந்த ஃபோனு கிடைச்சா அவங்க ஆளை பிடிச்சலாம் அப்படிங்க. அந்த ஃபோனை வந்து அவர் வீட்டில் எப்படி கொண்டு போய் வச்சாருன்னு சொல்லிட்டு தெரியல. அவங்க ஒய்ஃப் வந்து இருப்பாங்க, மம்முக்கோட ஒய்ஃபு. கால் பண்ணும்போது டக்குன்னு வந்து உள்ளே வந்துருவாரு. சொல்லுவார், நம்ம தேடிட்டு இருக்க ஆள் வந்து மணி தான் அப்படின்னு சொல்லி. சேச்சே, அவனை பற்றி எனக்கு நல்லா தெரியும், ரொம்ப நாளாவே தெரியும் வந்து சொல்கிறாரு. இல்லை, இப்போ அவனை பற்றி எனக்கு தான் ரொம்ப தெரியும் அப்படிங்கிற மாதிரி வந்து சொல்கிறாரு. நல்லா இருந்துச்சு அந்த சீனு. தேடுற மாதிரி தராங்க. ஆனால் வந்து மம்முக்கா வந்து அவரே வந்து போட்டு தள்ளிட்டாரு, எவிடன்ஸ் இருக்கக்கூடாதுன்ட்டு. ஆனால் போலீஸ் வந்து தேடுற மாதிரி தேடிட்டு தான் இருக்காங்க. என்ன நடக்க போகுது என்னன்னு சொல்லிட்டு தெரில. ரொம்ப இந்த இன்ட்ரெஸ்டிங் ஆயிடுச்சு. வந்து கிளைமேக்ஸ் வந்து போக போகிறோம், பார்ப்போம் எப்படி இருக்கு என்னன்னு சொல்ல போது. ஓகே, இந்த வீடியோ இந்த கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சத மறக்க வீடியோ லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணி பார்த்தீங்கன்னா தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம்.